ഹലോ, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ലെമൺ കൊണ്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ജ്യൂസുകളാണ്. ഈ ജ്യൂസുകൾ തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ തയ്യാറാക്കാൻ പോകുന്നത് ലെമൺ ഓറഞ്ച് ജ്യൂസാണ്. തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു ലെമണും ഒരു ഓറഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കുരു കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. അടുത്തതായി തയ്യാറാക്കാൻ പോകുന്നത് ലെമൺ പോംഗ്രനേറ്റ് ജ്യൂസാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു പോംഗ്രനേറ്റും ഒരു ലെമണുമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാം. പോംഗ്രനേറ്റ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇനി ഇത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ലെമൺ പോംഗ്രനേറ്റ് ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു. അടുത്തതായി തയ്യാറാക്കാൻ പോകുന്നത് ലെമൺ ക്യാരറ്റ് ജ്യൂസാണ്. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു ലെമണും ഒരു ക്യാരറ്റുമാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഇഞ്ചിയുടെ കഷ്ണവും ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് ക്യാരറ്റും ഇഞ്ചിയും അടിച്ചെടുക്കാം. ഇതിലേക്ക് ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ജാറിലിട്ട് അടിച്ചെടുക്കുക. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ലെമൺ ക്യാരറ്റ് ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു. അടുത്തതായി തയ്യാറാക്കുന്നത് ലെമൺ മിൻറ്റ് ജ്യൂസാണ്. തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഒരു ലെമൺ എടുത്തിട്ടുണ്ട്, മിൻറ്റ് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക.
ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി ജാറിലിട്ട് അടിച്ചെടുക്കുക. ഇനി നമുക്ക് അടിച്ചെടുത്തതിന് ശേഷം ഇതൊരു അരിപ്പയിൽ ഒരു ഗ്ലാസ്സിലോട്ട് അരിച്ചെടുക്കാം. ലെമൺ മിൻറ്റ് ജ്യൂസ് തയ്യാറായി കഴിഞ്ഞു. അടുത്തതായി തയ്യാറാക്കാൻ പോകുന്നത് ലെമൺ ചെറി ജ്യൂസാണ്. ഇതിൻ്റെ കൂടെ ബട്ടർ സ്കോച്ച് ഫ്ലേവേർഡ് ക്രഷും ചേർക്കുന്നുണ്ട്. ചെറി, ലെമൺ, ബട്ടർ സ്കോച്ച് ഫ്ലേവേർഡ് ക്രഷ് ഇതെല്ലാം കൂടി ജാറിലിട്ട് അടിച്ചെടുക്കാം. ആദ്യം തന്നെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ബട്ടർ സ്കോച്ച് ഫ്ലേവേർഡ് ക്രഷാണ്. അതിനുശേഷം ചെറി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജാറിലിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ലെമൺ കൊണ്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഈ ജ്യൂസുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.